രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിന് അർഹനാണെന്ന് സാംപിത്രോത്ത പറഞ്ഞതിനെ അതിൽ ഒരു മാറ്റവുമില്ലാതെ അതിൽ പരിഹാസം ചേർക്കാതെ ജനം TV കവർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പല രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ മാധ്യമങ്ങളും പത്രങ്ങളും മറ്റുമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടേതാണ് ജയ് ഹിന്ദ്, ജന്മഭൂമി, ജനം TV എല്ലാം RSS BJPയുടേതാണ്. അതുപോലെ തന്നെ കൈരളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. അങ്ങനെ ഓരോ പാർട്ടിക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ജന്മഭൂമി തന്നെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്ക് 2 ഭാര്യമാരും 2 കുട്ടികളും ഉണ്ടെന്ന വാർത്തയാണ് ജന്മഭൂമി പ്രചരിപ്പിച്ചത്. എന്നാൽ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ജനം TV പരിഹാസമോ വിമർശനമോ ഒന്നും കലർത്താതെ സാംപിത്രോത്ത രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജന്മഭൂമി രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ വിരുദ്ധ നിലപാടുകൾ ഉള്ളതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഇപ്പോൾ ജന്മഭൂമി അവരുടെ വെബ്സൈറ്റിൽ വാർത്ത നൽകിയിരിക്കുകയാണ്. സാംപിത്രോത്ത രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ്. പിതാവ് രാജീവ് ഗാന്ധിയേക്കാൾ ബുദ്ധിമാനും തന്ത്രശാലിയുമാണ് രാഹുൽ ഗാന്ധി. മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല സ്ട്രാറ്റജിസ്റ്റും ആഴത്തിൽ ചിന്തിക്കുന്ന ആളുമാണ്. രാജീവ് ഗാന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബുദ്ധിമാനും തന്ത്രശാലിയുമാണെന്നാണ് കോൺഗ്രസ് ഓവർസീസ് അധ്യക്ഷൻ സാംപിത്രോത്ത വെളിപ്പെടുത്തുന്നത്. രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകരാണ്. രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ ബുദ്ധിജീവിയും ചിന്തകനുമായ വ്യക്തിയാണ്. രാജീവ് ഗാന്ധിയുടേതെന്നത് കൂടുതൽ കർമ്മനിരതമായ വ്യക്തിത്വമാണെന്നും അദ്ദേഹം പറയുന്നു. സർക്കാരിനെ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിമർശിക്കലല്ല. ഒരു പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ വിമർശിക്കുന്നത് ശരിയാണെന്ന് തന്നെ പറയാം. വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന്റെ കടമയാണ്. ജൂൺ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പിത്രോത്ത പറയുകയുണ്ടായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റുകൾ ലഭിക്കുമെന്നത് ഒരു ഭയമായിരുന്നു. അപ്പോൾ അത് കേവലം ഭൂരിപക്ഷവുമായി അത് നിരവധി ആളുകളുടെ വ്യത്യാസത്തിൽ കൊണ്ടുവന്നു. ഭരണഘടനയെക്കുറിച്ചുള്ള വിവിധ തലങ്ങളിൽ അല്പം ഉത്കണ്ഠ, സ്വേച്ഛാധിപത്യ മനോഭാവം, പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും നേരെയുള്ള കടന്നാക്രമണം. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിരുന്നു. കാരണം BJPയെ 240 സീറ്റിലേക്ക് താഴ്ത്താനാകും. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ജനാധിപത്യം, ഭരണഘടന, സ്വാതന്ത്ര്യം, നീതി എന്നിവയാണ് ഇഷ്ടപ്പെടുന്നതെന്ന സന്ദേശവും ഇതിലൂടെ വ്യക്തമായി. പാർട്ടിക്ക് അതീതമായി വ്യക്തി എന്ന രീതിയിൽ പരിഗണിച്ച് അവരുടെ പ്രവർത്തികൾ വിലയിരുത്തണം. യഥാർത്ഥത്തിൽ അതാണ് മാധ്യമങ്ങളുടെ കടമയും. എല്ലാ മാധ്യമങ്ങളും അവരുടെ പാർട്ടിക്ക് അതീതമായി പ്രതിപക്ഷ ബഹുമാനത്തോടെ അവരുടെ പ്രവർത്തനങ്ങളനുസരിച്ച് വാർത്തകൾ നൽകണം. വ്യക്തികളെയോ നയങ്ങളെയോ ശക്തമായി തന്നെ എതിർക്കാം, അതിനെ വിമർശിക്കാം. അതോടൊപ്പം തന്നെ മാറിവരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവയെ പിന്തുണയ്ക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണം. ഇതിന് ഉദാഹരണമായി ഉണ്ടായ സംഭവമാണ് ദി ഹിന്ദു പത്രത്തിൽ സിദ്ധാർത്ഥ് വരദരാജൻ എഡിറ്റർക്ക് പുറത്താകേണ്ടി വന്നത്. നരേന്ദ്രമോദി 2013 വലിയ രീതിയിൽ വളർന്നുവരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയെ വേണ്ട രീതിയിൽ കവർ ചെയ്തില്ല എന്ന് ഹിന്ദു പത്രത്തിന് തോന്നി. ഹിന്ദു എന്നത് യഥാർത്ഥത്തിൽ ഒരു ലെഫ്റ്റ് ലിബറൽ പത്രമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ വളർച്ചയെ മനസ്സിലാക്കി ജനം TV രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് സാംപിത്രോത്ത പറഞ്ഞ വാക്കുകൾ നൽകുന്നത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമധർമ്മമാണ്. ശരിക്കും ഇത്തരത്തിൽ നന്മകൾ പ്രോത്സാഹിപ്പിക്കണം. തിന്മ, വഴക്ക്, കുറ്റങ്ങൾ, വിമർശനങ്ങൾ എന്നിങ്ങനെ എല്ലാം മാറ്റി ആര് നന്മ ചെയ്താലും അത് അംഗീകരിക്കാൻ കഴിയണം. പാർട്ടിക്ക് അതീതമായി നന്മയെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തെറ്റ് കണ്ടാൽ ശക്തമായി വിമർശിക്കാൻ കഴിയണം. പരസ്പരം ബഹുമാനത്തോടെ മാധ്യമങ്ങളും പാർട്ടിയും പ്രവർത്തിക്കണം. ആരെ എതിർത്താലും അവർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയാലും അത് പരസ്പരം ബഹുമാനം ഇല്ലാതാക്കിക്കൊണ്ട് ആകാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണം.